മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ 12 വയസ്സുകാരന് ക്രൂരമർദ്ദനം. അമ്മയും ആൺസുഹൃത്തും ചേർന്നാണ് കുട്ടിയെ മർദ്ദിച്ചത്. കുട്ടിയുടെ തല ചുവരിൽ ഇടിപ്പിച്ചു. അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ആൺസുഹൃത്തിനെ പ്രകോപിപ്പിച്ചത്. കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത്. സംഭവത്തിൽ അമ്മയെയും ആൺസുഹൃത്തിനെയും എളമക്കര പോലീസ് പിടികൂടി. കൊച്ചിയിൽ 12 വയസ്സുകാരനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായിരിക്കുന്നത്. അമ്മയും ആൺസുഹൃത്തും കൂടി ചേർന്നാണ് 12 വയസ്സുകാരനെ മർദ്ദിച്ചിരിക്കുന്നത്. കുട്ടിയുടെ തല ചുവരിൽ ഇടിപ്പിച്ചു. അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ആൺസുഹൃത്തിനെ പ്രകോപിപ്പിച്ചത്. അങ്ങനെയാണ് 12 വയസ്സുകാരനെ ഇത്തരത്തിലൊരു മർദ്ദനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തറിയുന്നത്. 12 വയസ്സ് മാത്രമാണ് കുട്ടിയുടെ പ്രായം. സംഭവത്തിൽ അമ്മയെയും ആൺസുഹൃത്തിനെയും എളമക്കര പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊച്ചിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 12 വയസ്സുകാരനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായിരിക്കുന്നത്. അമ്മയും ആൺസുഹൃത്തും ചേർന്നാണ് 12 വയസ്സുകാരനെ മർദ്ദിച്ചിരിക്കുന്നത്. കുട്ടിയുടെ തല ചുവരിൽ ഇടിപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ആൺസുഹൃത്തിനെ പ്രകോപിപ്പിച്ചതും ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് പോയതും. കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത്. കുട്ടിയുടെ ശരീരത്ത് മുറിപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ അമ്മയെയും ആൺസുഹൃത്തിനെയും എളമക്കര പോലീസ് പിടികൂടിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ നൌഗാമിൽ പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് അധികൃതർ പറഞ്ഞു. മരിച്ചവരിലെ